ഒരു ചെറുപ്പക്കാരൻ, അതായത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ രണ്ട് തരത്തിലുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ടൈപ്പ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു 4, 5, 6 വർഷങ്ങളെടുത്ത് അവർ ഓഡിയൻസിനിടയിൽ പല വിഷയങ്ങളും അവതരിപ്പിച്ച് അവർ പിന്തുണ നേടി, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഒരു ട്രസ്റ്റ് നേടി, ഇവൻ പറഞ്ഞ് ഇവൻ ജെന്യുവിനാണ് എന്നൊരു പേര് മേടിച്ച് വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ക്രെഡിബിലിറ്റി. രണ്ടാമത്തെ ആളുകൾ അവൻ വർഷങ്ങൾ കൊണ്ട് ക്രെഡിബിലിറ്റി ഉണ്ടാക്കി ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നു, നമ്മളൊരു ഷോർട്ട് കട്ടിലൂടെ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നു, നമ്മളിവിടെ ഒരു കലാപം ഉണ്ടാക്കുന്നു, നമ്മൾ സെറ്റ് അടിക്കുന്നു, നമ്മൾ ഹിറ്റ് ആകുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകൾ. ഇങ്ങനെ ഈ രണ്ടാമത്തെ തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ, നമ്മളൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നു, സെറ്റ് അടിക്കുന്നു, അതിനുവേണ്ടി എന്ത് തോന്നിവാസവും ലോജിക് എത്തിക്സ് ഇല്ലാത്ത എന്തും ചെയ്യുന്ന ഒരുത്തൻ ഒരു കണക്ക് പുറത്തു വിട്ടു. ഈ കണക്കിനകത്ത് പറയുന്നത് വിനു അനുമോൾക്ക് കൊടുത്ത ലിസ്റ്റാണ്. ഈ ലിസ്റ്റ് പ്രകാരം 16,82,150 രൂപ അവൻ ചെലവാക്കിയിട്ടുണ്ട് അനുമോളെ ജയിപ്പിക്കാനായിട്ട്. ഇതിനകത്ത് 5 ലക്ഷം രൂപ സമ്മർ മീഡിയക്ക് ഇവൻ കൈക്കൂലിയായിട്ട് കൊടുത്തു, 2 ലക്ഷം രൂപ ഇവൻ രാജ് ടോക്സിന് കൈക്കൂലിയായിട്ട് കൊടുത്തു, 50,000 രൂപ അതുൽ ബ്ലോഗ്സിന് കൈക്കൂലിയായിട്ട് കൊടുത്തു. ഈ സാധനമാണ് ഇവ അടിച്ചുവിട്ട സാധനം. ഇതിനെതിരെ അതുൽ ബ്ലോഗ്സ് സംസാരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതുൽ ബ്ലോഗ്സ് നേരിട്ട് അവനെ വിളിച്ച് സംസാരിച്ചു. അന്ന് കേൾക്കാം. പിന്നെ എനിക്ക് പലരും അയച്ചു തന്നിട്ടുണ്ട്, ഇവനെടുത്ത് ബ്രോ ഒന്ന് അലക്കെന്ന് പറഞ്ഞു. ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തത്? എന്നെ ഇളക്കാൻ പറഞ്ഞു. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? തെറ്റ് പറ. എന്ത് ചെയ്തിട്ടാണെന്ന് പറയുന്നത് മറ്റേ മൂഞ്ച കണ്ടന്റുകൾ ഫേക്ക് സാധനങ്ങൾ കൊണ്ടുണ്ടാക്കി ഉള്ളതുകൊണ്ടാണ് നാട്ടുകാരെ. ഞാൻ എന്ത് ഫേക്ക് ചെയ്ത്? അങ്ങനെ ഫേക്ക് ചെയ്തൊന്നും ചുമ്മാ പറയുന്നുണ്ടോ? ഫേക്ക് ലിസ്റ്റ് ഉണ്ടോ? ഫേക്ക് ചെയ്തതിന്റെ ലിസ്റ്റ് പറ. ഫേക്കിന്റെ നിങ്ങളൊരു വോയിസ് ക്ലിപ്പ് ഞാൻ വെച്ച്, അതൊരു ഫേക്ക് സാധനം ഞാൻ വെച്ച്, അത് റീച്ച് കിട്ടാൻ വേണ്ടിട്ട്. വേറെ എന്തെന്നുള്ളതെന്ന് പറ കേക്കട്ടെ. എന്നെയും കൂടി നീ വലിച്ചിട്ട് ഒരു സാധനം നീ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ കണ്ട കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. ബഷീറുടെ അത് ഞാൻ ചെയ്തു കേട്ടോ. അത് ഞാൻ ചെയ്തതാ. വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. വേറെ എന്തെങ്കിലും ഉണ്ടോ പറയാൻ? നീ തമ്മിൽ അഴിച്ചു വെച്ചിട്ട് നീ എനിക്ക് ഇട്ടുണ്ടാക്കി അടുത്ത് നീ അതിനെ അല്ലല്ല തമ്മിൽ വെച്ചിട്ട് വേറെ അത് ഞാൻ ചെയ്തു. വേറെന്തെങ്കിലും ഉണ്ടോ? അല്ല വേറെന്തെങ്കിലും? അത് ഈ പറഞ്ഞ 3 ഞാൻ ചെയ്ത്. വേറെന്തെങ്കിലും ഉണ്ടോ? വേറെ ആ കാര്യം ഞാൻ ഒന്ന് പറയാം. അതൊന്ന് പ്ലീസ് അതൊന്ന് കേക്ക്. അതിന് ഞാൻ നിങ്ങളോട് സോറി ചോദിക്കാം. അത് നമ്മളില്ല പെട്ടെന്ന് കയറി പോകാൻ വേണ്ടി പറഞ്ഞതാണ്. അത് നമ്മൾ പെട്ടെന്ന് കയറി പോകാൻ വേണ്ടേ, പെട്ടെന്ന് റീച്ച് കിട്ടാൻ വേണ്ടി. അതിന്റെ ഒരു മുഖം വെറുതെ ഇരിക്കുന്നത്, അതിൽ വിളിച്ച് 4 അവരാതെന്ന് പറഞ്ഞേക്കാം. നമുക്ക് റീച്ച് അല്ലയോ? എടാ മോനെ, ഇതാ നിന്റെ പ്രശ്നം. നീ ക്രെഡിബിലിറ്റിയാണ് ആദ്യം ഉണ്ടാക്കേണ്ടത്. പെതിയെ വളർന്നാൽ മതി മോനെ. പെതിയെ വളരുമ്പോൾ നിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് നിന്നൊരു ട്രസ്റ്റ് ഉണ്ടാവും. ഇപ്പൊ നീ കള്ളനാണെന്ന് എല്ലാവർക്കും മനസ്സിലായോ? ചുമ്മാ വന്നിട്ട് ഹിറ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരുതനാണെങ്കിൽ കാറിന്റെ ഗ്ലാസ് തല്ലി പൊട്ടിച്ച്, എന്നിട്ട് നമ്മള് മതത്തെ തൂണ്ടി വിട്ട് പാലസ്തീനെ കൊണ്ടുവന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുത്തൻ. വേറൊരുത്തനാണെങ്കിൽ ചുമ്മാ 16 ലക്ഷം, അതിൽ 50,000, 2 ലക്ഷം. എന്റെ പൊന്നനിയ, ഇവർ ഈ ബിഗ് ബോസിന്റെ സമയത്ത് ഈ 50,000, 2 ലക്ഷം, 5 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ ഇവര് മുക്കിപ്പൊടി വലിക്കുന്നവരുണ്ടാക്കുന്ന സാധനമാ. കൊള്ളാം.